ചുച്ചുരുവാവേ സുന്ദരിവാവേ കണ്ണെഴുതി തരട്ടെ. ആ ബിഗ് ബോസ് സീസൺ 6 മലയാളം കുറച്ച് ലൈവ് അപ്ഡേറ്റ്സ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ കുറച്ച് ലൈവ് അപ്ഡേറ്റ്സ് തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. രാവിലെ നല്ല രസമുണ്ടായിരുന്നു. കിച്ചണിൽ എല്ലാരും കൂടെ നിന്ന് പാട്ടൊക്കെ പാടി ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നത് ഞാൻ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, നല്ല എന്റർടൈനിങ് ആയിട്ട് തോന്നി. എല്ലാവരോടും ഒത്തുകൂടി പാട്ടൊക്കെ പാടി അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിയുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേ, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കണ്ടസ്റ്റന്റ് അതിനകത്ത് ഇഷ്ടമായിരുന്നു. പേര് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറി പറയും, പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നു. ഇഷ്ടമാകാനായിട്ടുള്ള ഒരു റീസണും കൂടെ ഞാൻ പറഞ്ഞുതരാം. ജാൻമണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്, ആൾക്കാരോട് ഭയങ്കര സ്നേഹമാണ്. അതുപോലെ തന്നെ ചേച്ചിക്ക് ഭയങ്കര പൊസസീവ്നെസ് ആണ്. ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എപ്പോഴും എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് എപ്പോഴും മറ്റേ മാമൂർ ചോറെടുത്ത് വായി വെച്ച് തരണം, എനിക്ക് കൂട്ടസിട്ട് തരണം, എൻ്റെ മുടി കെട്ടി തരണം, ഇങ്ങനത്തെ ഒരു മൂടുള്ള ഒരു ചേച്ചിയാണ് ഈ ജാൻമണി. ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കാർ ഇഷ്ടമാണ് അവർക്ക് ഉള്ളത്. ഞാൻ പറയാമല്ലോ, ഇഷ്ടമാണ് അവർക്ക്, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ അധികമായാൽ അമൃതും വിഷം എന്ന് പറയത്തില്ലേ, അതിന് ഏറ്റവും എക്സാമ്പിൾ ഒരു ഐറ്റമാണ് ഈ ജാൻമണി എന്ന് പറയുന്നത്. ഈ സ്നേഹം ഒരുപാട് കൂടിയാലും പ്രശ്നമാണ് മനുഷ്യന്മാർക്ക്. അപ്പൊ ജാൻമണി ആ ഒരു കാര്യത്തില് നമുക്ക് ഇങ്ങനെ നോക്കാം. കാരണം ഭയങ്കര ഋഷിയോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. നമ്മളത് കഴിഞ്ഞ ദിവസം കണ്ടേ, ഋഷിക്ക് ഒരു ടീഷർട്ട് എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നു പുറത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അവർ മൈൻഡ് ചെയ്തില്ലെങ്കിൽ, ഇവരാരെയാണ് ഇപ്പൊ ഋഷിയോട് ഇഷ്ടമാണെങ്കിൽ ഋഷി എപ്പോഴും ഇവരുടെ കൂടെ ഇരുന്ന് ചുച്ചുരുവാവേ സുന്ദരിവാവേ കണ്ണെഴുതി തരട്ടെ ഇങ്ങനെ ഇരിക്കണം ജാൻമണിയുടെ കൂടെ. വേറെ ഇങ്ങോട്ട് ഇവർക്ക് പോകാനോ അങ്ങനത്തെ അവരങ്ങനെ ജാൻമണി ഒന്ന് മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ജാൻമണിക്ക് ദേഷ്യം വരും, ജാൻമണി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ, അതും ഞാനത് പറയാൻ ഇതിപ്പോ ഈ ടോപ്പിക് എടുത്തിടാൻ കാരണം ഇന്നത്തെ കുറച്ച് ജാൻമണിയുടെ അനാവശ്യമായിട്ടുള്ള കുറെ വഴക്കുകൾ ഞാൻ കണ്ടു. ഈ ജാൻമണി ഇതിനകത്ത് പോകുന്നതിന് മുമ്പ്, ജാൻമണി നമ്മുടെ ബിഗ് ബോസിന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രഞ്ജിനി ഹരിദാസ് ഉണ്ടല്ലോ, ആങ്കർ. സോ രഞ്ജിനി ഹരിദാസിന്റെ ഒരു ചാനലുണ്ട്. സോ അവരുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ, രഞ്ജിനിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഈ നമ്മുടെ ജാൻമണി എന്നൊക്കെ പറയുന്നത്. അപ്പം ജാൻമണിയെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഇന്റർവ്യൂ പോലെ ഒരു സെഷൻ നമ്മുടെ രഞ്ജിനി ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രഞ്ജിനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രഞ്ജിനി അത്ര അടുത്തറിയാവുന്ന ആളാണല്ലോ ജാൻമണി. അപ്പം അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷന്റെ ഇടയ്ക്ക് കുറെ തവണ ഈ നമ്മുടെ ജാൻമണിയുടെ പ്രാക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ പറ്റി നമ്മുടെ രഞ്ജിനി സംസാരിക്കുന്നുണ്ട്. നിനക്ക് അടി കിട്ടാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ജാൻമണിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഈ ആവശ്യമില്ലാത്ത പ്രാക്ക്, പിന്നെ ഈ ഒരുപാട് സ്നേഹമായി കഴിഞ്ഞാൽ ഉള്ള ഉപദ്രവങ്ങൾ, അവരെ കൊണ്ട് പിന്നെ ഇവരാരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് ലാസ്റ്റ് വെറുപ്പാവും അവരോട്. ആ ഒരു മൂഡിലുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജാൻമണിയുടെ. ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇന്നും പറഞ്ഞ ആവശ്യമില്ലാത്ത ഋഷിയോട് വഴക്കുണ്ടാക്കുന്നു. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഈ നമ്മുടെ ഋഷി ആണെങ്കിലും അബി ആണെങ്കിലും അതുപോലെ തന്നെ ജിൻഡോ, ജാസ്മിൻ, ഇവരൊക്കെ ആണെങ്കിലും ഇവർ ഫൈനൽ 5 നിൽക്കുക. ഇവർക്കപ്പോ അതിന് മാത്രമുള്ള ടെൻഷനും, അയ്യോ ആരിനി ഫസ്റ്റ് ആവും, ആര് സെക്കൻഡ് ആവും, ഈ സാധനം ഇവരുടെ തലയിലുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇവരെ ഒന്ന് മാറ്റിയെടുത്ത് ഇവരെ ഒന്ന് ജോളിയാക്കാനാണ് ഈ പുറത്ത് പോയവരെ വീണ്ടും കൊണ്ടുവരുന്നത്. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നിയത് ഈ പുറത്ത് പോയവരെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവര് കാരണം ശല്യമാണ് സത്യം പറഞ്ഞ അവിടെ നടക്കുന്നത്. ജാൻമണിയൊക്കെ എന്തുവായി കാണിക്കുന്നത്? ജാൻമണിക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ജാൻമണിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ കയറിയപ്പോഴും ഇറങ്ങി പുറത്ത് വന്നതിന് ശേഷം പോലും നമ്മുടെ രഞ്ജിനിയുടെ ഇന്റർവ്യൂ ഇരുന്നപ്പോ വരെ ജാൻമണിക്ക് അറിയത്തില്ല. അതായത് ജനങ്ങളാണ് ജാൻമണിയെ പുറത്താക്കിയത്, വോട്ടിന്റെ അടിസ്ഥാനം, ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന്റെ പുറത്താണ് ജാൻമണി പുറത്തു പോയെന്നുള്ളൊരു സാധനം ഇപ്പോഴും ജാൻമണിക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. രഞ്ജിനിയൊക്കെ അന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ. പക്ഷെ എന്നിട്ട് പോലും ഇവരുടെ തലയിൽ ഇത് കയറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം തിരിച്ചിപ്പോ വീട്ടിൽ കയറിയപ്പോഴും അവര് പൂജയോടാണെങ്കിലും എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എന്തിനും എന്നെ നോമിനേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ അവിടെ പല ആളുകളോട്, മെയിൻലി നമ്മുടെ പൂജയോടൊക്കെ പോയി ചൂടാവുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ പൂജ മറ്റേ ഈ കളിയാക്കുന്നു, ബിസിനസ് ക്ലാസിന്റെ കാര്യം പറഞ്ഞു. അത് ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞതാണ്. ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും. പൂജ അത് ആ ഒരു കാര്യത്തിൽ മാത്രം പൂജയുടെ സൈഡിൽ ഒരു ചെറിയൊരു തെറ്റെനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും അത് പറഞ്ഞ് ജാൻമണിയുടെ ചെല്ലുമ്പോഴത്തേക്ക് ജാൻമണി അല്ലാതെ ആർക്കാണെങ്കിലും ദേഷ്യം വരും. സോ ആ ഒരു കാര്യം മാത്രമേ എനിക്ക് അവിടെ ഒരു തെറ്റായിട്ട് തോന്നിയുള്ളൂ. ജാൻമണി ചുമ്മാ രാവിലെ വന്നിട്ട് മറ്റേ ഫോട്ടോ ഒക്കെ കീറിക്കളയുന്നു. എന്താണിത്? എന്നിട്ട് ഇപ്പൊ അവിടെ ഉള്ളവർക്ക് ഒന്നും ചെയ്യാനില്ല. അതായത് ഈ 5 കണ്ടസ്റ്റന്റ് ഫൈനലിൽ നിൽക്കുന്നവർക്കൊന്നും ചെയ്യാനില്ല. ജാൻമണിയാണ് കൂടുതൽ നമ്മൾ കാണുന്നതും, അല്ലെങ്കിൽ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നത് എപ്പിസോഡിലൊക്കെ കാണിക്കുമെന്ന് അറിയത്തില്ല. കാരണം ബിഗ് ബോസിനെ തന്നെ മടുപ്പായി കാണും. എന്ത് കാണിക്കാണ് ഈ പെണ്ണുമ്പോൾ 5 ലാസ്റ്റ് നിൽക്കുന്ന 5 ഫൈനൽസിൽ നിൽക്കുന്ന ആൾക്കാരെ കാണിക്കാൻ പോകുന്നോ അതോ ഇവരെ കാണിക്കാൻ പോകുന്നോ? ഇവര് കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇങ്ങനെ അതിനകത്ത് കയറിയപ്പോ എനിക്ക് തോന്നുന്നു അവർ കയറിയപ്പോ വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുക. എന്തിനാണ്? ഞങ്ങൾക്ക് വേണ്ട. ജാൻമണി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു.
ഇതിപ്പോ നിങ്ങളെ തിരിച്ചു കയറ്റിയിരിക്കുന്ന അവിടെ ഉള്ള ആളുകളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. അതെന്താ ഇവർക്ക് ഇതൊക്കെ വ്യക്തമായിട്ട് കുത്തിയിരുന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇവരെ അതിനകത്തോട്ട് കയറ്റിവിടാൻ. കാരണം ഈ ചേച്ചിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. പിന്നെ ഞാൻ കണ്ടു നമ്മുടെ ആരായിരുന്നു, ജാസ്മിൻ ചപ്രിമോൻ. ഇവരെ അങ്ങോട്ട് പറയുകയാണെങ്കിലുണ്ടല്ലോ അവിടെ എവിടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്രിമോൻ ഒരു പരിധിയിൽ കൂടുതൽ മറ്റേ ഉമ്മ വെക്കാനും തൊട്ട് തലോടാനും ഒന്നും നിന്ന് കൊടുക്കുന്നില്ല. ഒരു പരിധിയിൽ കൂടുതൽ ജാസ്മിന്റെ അടുക്കൽ. അത് അറിയാം, ചപ്രിമോൻ അറിയാം. ചിലപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്തെ ഫ്ലൈറ്റിൽ നിന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ വെട്ടുകത്തിക്ക് പുറകിൽ നിന്ന് നമ്മുടെ ബ്ലോക്ക് എണ്ണം വെട്ടുവെന്ന്. ആ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ചപ്രിമോൻ ഒന്നൊന്ന് പേടിച്ചും വിറച്ചൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ടേക്ക് മറ്റേ പരിപാടിക്കൊന്നും പോകുന്നില്ല. എന്തായാലും നല്ല കാര്യം. പക്ഷെ ഇത് നമ്മുടെ ജാസ്മിൻ ബോക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ജാസ്മിൻ ബോൾ ഇതൊന്നും അവളുടെ ആ ഒരു സ്നേഹം നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? എന്റെ കുഞ്ഞിന്റെ സ്നേഹം അവളുടെ മനസ്സിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല, അതാണ് പ്യുർ ലവ് ആണത്. ആ ഒരു മുഖം നമ്മുടെ ചപ്രിമോനെ കാണുമ്പോഴൊക്കെ അവളുടെ മുഖം അങ്ങോട്ട് ചുമന്ന് തൊടുക്കും. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ കേരളത്തിലുള്ള ഓരോ ജനങ്ങളും നമ്മൾ അവരുടെ കല്യാണത്തിന് മുന്നിട്ട് ഇറങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ ജീവിക്കട്ടെ, അവർ നന്നായി ജീവിക്കട്ടെ. പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം ഈ മതം തേങ്ങ ജസ്റ്റ് ലീവ് ദാറ്റ് ഓൾ ഷിറ്റ്. അവര് രണ്ടുപേരും ഒന്നിക്കണം എന്ന് അവർക്ക് ആ ഒരു ആഗ്രഹമുണ്ട്. ചപ്രിമോൻ ഇല്ലെങ്കിലും ജാസ്മിൻ കൊച്ചിനുണ്ട്. ചപ്രിമോനെ നീ അത് കാണാതെ പോകരുത്. ആ പെൺകുട്ടിയുടെ മനസ്സ് നീ കാണണം, നീ അവളെ കെട്ടണം, നീ അനുഭവിക്കണം കേട്ടാ മോനെ, അനുഭവിക്കണം. ചേട്ടൻ അതേ ഉള്ളൂ പറയാനായിട്ട്. കാരണം അവളുടെ മനസ്സിലുള്ള ഇഷ്ടം അത് പ്യുവർ ആണ് കേട്ടോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞാലും ദാറ്റ്സ് ട്രൂ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അറിയത്തില്ല അവൾ ഇതേടെ കാണോ ഇതിന് മുമ്പുള്ള പുറത്തുള്ളവരോടും അതിന് മുമ്പുള്ള ദൈവത്തിന് അറിയാം ഇനി എന്തൊക്കെയാണെന്ന്. എന്തായാലും നമ്മൾ കാണുമ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് അവർ ഒന്നിക്കണമെന്ന് തന്നെയാണ്. ജാസ്മിന്റെ ഒരു സാധനമൊക്കെ കാണുമ്പോഴത്തേക്ക്. പിന്നെ ഇന്ന് അൻസിബ വരുന്നുണ്ട് കേട്ടോ. അൻസിബയൊക്കെ വന്നപ്പോഴേ ബോംബിട്ട് നമ്മളെ പുറത്ത് നടക്കുന്ന മറ്റേ വോട്ടൊക്കെ ഉണ്ടല്ലോ, കള്ള വോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെപ്പറ്റിയൊക്കെ നല്ല വ്യക്തമായിട്ട് അവിടെ അടിക്കുന്നുണ്ട് അൻസിബ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അത്യാവശ്യം തല ചിന്തിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാക്കി കാണും. പിന്നെ ഈ അൻസിബയായിട്ടുള്ള കോൺവെർസേഷൻ ഇടയ്ക്ക് ജിൻഡപ്പൻ വരുന്നുണ്ട്. ജിൻഡപ്പനോട് അൻസിബ സംസാരിക്കുന്നത് കാണാം. അത് കണക്ക് ആ ഒരു ടൈമില് ഋഷി എന്തോ പറഞ്ഞപ്പോ ജിൻഡപ്പൻ പറയുന്നുണ്ട്, ഫസ്റ്റ് ഞാൻ തന്നെ, നിങ്ങൾ സെക്കൻഡിന് വേണ്ടി ആര് വേണമെങ്കിലും മത്സരിച്ചോളൂ, ഫസ്റ്റ് ഞാൻ തന്നെ. അതാണ് കോൺഫിഡൻസ്. അണ്ണൻ അറിയാം അണ്ണനെ കൊണ്ടുപോകത്തുള്ളൂ. കാരണം വേറെ ആർക്ക് നമ്മൾ അവിടെ കൊടുക്കും? എന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഒരു പേര് പറയാമെങ്കിലും ഒന്ന് താഴെ ഇട്ടോ. ചപ്രിമോളെന്നൊന്നും ആരും ഇവിടെ പറഞ്ഞോണ്ട് വരരുത്. ദൈവത്തെ ഓർത്ത് എനിക്ക് വയ്യത് കേൾക്കാൻ ഉണ്ട്. ചപ്രിമോക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ മാക്സിമം ചപ്രിമോക്ക് വോട്ട് കൊടുക്കണം കേട്ടോ. അതിനകത്തൊന്നും ഒരു തെറ്റില്ല. നിങ്ങളുടെ ഇഷ്ടം ആർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ എനിക്ക് കാണുന്ന കാര്യങ്ങൾ എനിക്ക് പറയാലോ, ഞാൻ പറയും, അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കലാപരിപാടികളാണ് അവിടെ നടക്കുന്നത്. ഇന്നിനി വേറെ ആരൊക്കെ എനിക്കൊന്ന് നമ്മുടെ കണ്ണാപ്പിയും ടീമുകളും ഒക്കെ വരുന്നുണ്ട് ഇന്ന് കേട്ടോ. ഇന്നത്തേക്ക് എന്തായാലും അവർ കയറുന്നുണ്ട്. അവർ കയറട്ടെ, വളരെ നല്ല കാര്യം. കണ്ണാപ്പിയുടെ രാവിലെ ഞാനൊരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. കണ്ണാപ്പി എന്തോ മറ്റേ ഫോട്ടോഷൂട്ടാ തേക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാണാനുള്ള മൂടൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ കണ്ടില്ല അവന്റെ വീഡിയോ. താല്പര്യമില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോഴാണ് എന്തോ ഫോട്ടോഷൂട്ടിന്റെ കാര്യം മാത്രം എന്തോ പറയുന്നുണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കാൻ പോയിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാനോ അതുകൊണ്ട് പോകുന്നില്ല, താല്പര്യമില്ല. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുന്നേ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരാളെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. സോ ആ ഒരാളുടെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ കണ്ടു, നമ്മുടെ രേവതി ചേച്ചിയുടെ. എന്റെ അണ്ണ, ഞാൻ വിചാരിച്ചത് രേവതി ചേച്ചി മാത്രമാണ് ഈ ആങ്ങളെയും പെങ്കളൂട്ടിയും ഒന്നും പറയാതെ വിടുന്നതെന്ന്. ഇന്നത്തെ രേവതി ചേച്ചിയുടെ വീഡിയോയില് ചേച്ചി നല്ല ഊക്കി അങ്ങ് വിടുന്നത് ഞാൻ കണ്ടു. അത് ചേച്ചി കൂടെ ഉണ്ടായിരുന്നുള്ളൂ ചെയ്യാൻ. അപ്പം സംതൃപ്തിയായി എനിക്ക്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി പിന്നെ കുറച്ച് അവരെ ഇവിടെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. രേവതി ചേച്ചിയൊക്കെ ആ ഒരു ക്വാളിറ്റി പിടിച്ചു പോവാണ്. ചേച്ചി ഒന്നും പറയുന്നില്ല, വിട്ടുകളയാണ്. ചേച്ചി നല്ല കനത്തിൽ ഇന്നങ്ങ് കൊടുത്തു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നാട്ടുകാർക്കല്ല നല്ല അഭിപ്രായം എന്തായാലും. ആങ്ങളമാരെ പെങ്ങളൂട്ടിയും കൊണ്ട് ചേച്ചി പറയുന്നത് ദൈവത്തെ ഓർത്ത് കയറി വന്നിട്ട് ഇനി ബാക്കിയുള്ള ദിവസങ്ങളും കൂടെ നശിപ്പിക്കല്ലേ. എനിക്കും അത് തന്നെ കേട്ടോ പറയാനുള്ളത്. വന്നിട്ട് നശിപ്പിക്കല്ലേ. നിങ്ങൾ വീണ്ടും കയറി വന്നിട്ട് ആങ്ങളമാരും പെങ്ങളൂട്ടിയും വന്ന് ബിഗ് ബോസ് ഞങ്ങളെ കൈകൊട്ടി പൊക്കി എടുത്ത് തലയിൽ വെക്കൂ എന്നൊന്നും പറയല്ലേ കയറി വന്നിട്ട്. ഞങ്ങൾക്ക് വയ്യ. നീ അടുത്ത ഊക്ക് മേടിക്കാനാ നീയൊക്കെ അതിനകത്തോട്ട് കയറുന്നത്. അതുകൂടെ ഒന്ന് ഓർത്താൽ കൊള്ളാം എന്തായാലും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അവിടെ നടന്നു പോകുന്നത്. ബാക്കി ലൈവ് പോയിരുന്ന് കാണട്ടെ. ഇനി എന്തെങ്കിലും നൈസായിട്ടുള്ള സാധനം കിട്ടുമോ നമുക്ക് നോക്കാം. പിന്നെ ആവശ്യമില്ലാതെ എല്ലാവരും പോയിട്ട് ഈ തെറിവിളി പരിപാടികൾ നിർത്തുക. എന്തിനാണ്? നമ്മളെ ഒരുത്തും വെറുതെ വന്ന് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവരെ പറയുകയാണെങ്കിൽ ആട്ടി തുപ്പി അവന്റെ തന്തയ്ക്കും തലവഴിയും വിളിച്ചു. അതിനകത്ത് ഞാനൊന്നും പറയാൻ പോകത്തില്ല. പക്ഷെ ഒരു കാര്യവുമില്ലാതെ ചുമ്മാ പോയി ആളുകളുടെ തെറി പറയുന്ന പരിപാടികൾ അത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ഞാനാണെങ്കിലും ഒരു പരിധിക്കുള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ പറയും കേട്ടോ, അതൊക്കെ ശരി. ഇവിടെ നിന്ന് പറയാനേ നമുക്ക് ആർക്കാണെങ്കിലും പറ്റത്തുള്ളൂ. ഒരു പരിധിക്കുള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാരെ പറയുമ്പോൾ അല്ലേ. അപ്പൊ അതൊക്കെ നടക്കട്ടെ. അവിടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും, ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയി കാണുമായിരിക്കണം, അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ.